ഭാരതത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട്. ഒരു തലമുറയുടെ വിശ്വാസത്തിന്റെ ശക്തിയെ എടുത്തു കാണിക്കുന്ന കഥകൾ. സങ്കീർണമായ നിർമ്മാണവും മിത്തുകളും കഥകളും ഇഴപിരിഞ്ഞു ചേർന്ന ചരിത്രവും കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തലയുയർത്തിയുള്ള നിൽപ്പുമെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ ചൌസാത്ത് യോഗിനി ക്ഷേത്രം. എടുത്തു പറയേണ്ട നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് എന്നതിനാൽ ഈ ക്ഷേത്രത്തെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. മഹാരാഷ്ട്രയിലെ മൊറേന ജില്ലയിൽ ജബൽപൂരിലെ മിതാവാലിയിലാണ് ചൌസാത്ത് യോഗിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന യോഗിനി ക്ഷേത്രങ്ങളിൽ ഒന്നായത് 11ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് എന്ന് ചരിത്രം പറയുന്നു. താന്ത്രിക ആരാധനകളോടും ദുർമന്ത്രവാദത്തോടുമൊക്കെ ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് പണ്ട് മുതലേ യോഗിനി എന്ന വാക്ക്. ഏറെ ഭക്തിയോടും ഭയത്തോടും കൂടി മാത്രമാണ് യോഗിനിമാരെ ലോകം കണ്ടിരുന്നത്. ശ്രീയന്ത്രത്തിൽ വിവിധ പദവികൾ വഹിക്കുന്ന യോഗിനിമാർ അതീന്ദ്രിയ ശക്തിയുടെ ഭാഗമായ സംയോജിത ഊർജത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഊർജം അഥവാ ഈ ശക്തി ദുർഗാദേവിയാണെന്നും വിശ്വാസമുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഊർജമായും യോഗിനിമാരെ കണക്കാക്കപ്പെടുന്നു. 7ാം നൂറ്റാണ്ടിലാണ് യോഗിനിമാരെ ആരാധിക്കുന്ന രീതിക്ക് തുടക്കമായതെന്നും 15ാം നൂറ്റാണ്ട് വരെ ഇത് തുടർന്നു വന്നിരുന്നുവെന്നുമാണ് വിശ്വാസം. അഗ്നിപുരാണം, കലികപുരാണം, സ്കന്ദപുരാണം, ചതുർവർഗ ചിന്താമണി തുടങ്ങിയ പല പുരാതന ഗ്രന്ഥങ്ങളിലും മായാതന്ത്ര, കാമാഖ്യതന്ത്ര തുടങ്ങിയ താന്ത്രിക ഗ്രന്ഥങ്ങളിലും യോഗിനിമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാലത്തേറെ പ്രചാരത്തിലുണ്ടായിരുന്ന യോഗിനി വിശ്വാസവും യോഗിനി ക്ഷേത്രങ്ങളും ഇന്ന് വളരെ അപൂർവമായിട്ടുണ്ട്. വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് യോഗിനി ക്ഷേത്രങ്ങളായി അവശേഷിക്കുന്നുള്ളൂ. ചൌസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന യോഗിനി ആരാധനാലയത്തിലെ നിലവിലുള്ള 4 പ്രധാന ക്ഷേത്രങ്ങളിൽ 2 എണ്ണം മധ്യപ്രദേശിലും 2 എണ്ണം ഒഡീഷയിലുമാണ്. 1323 സിയിൽ ദേവപാലൻ എന്ന രാജാവായിരുന്നു ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് ചരിത്രം. കച്ചപ്പഘട്ട വംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. സങ്കീർണമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഏകദേശം 100 അടി ഉയരത്തിലുള്ള ഒരു കുന്നിന് മുകളിലായാണ് ഈ ക്ഷേത്രമുള്ളത്. 100 പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്തുവാൻ. 170 അടി അഥവാ 52 മീറ്റർ റേഡിയസ് വൃത്താകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ 64 ചെറിയ ചേംബർ അഥവാ അറകളും നമുക്ക് കാണാൻ കഴിയും. വൃത്താകൃതിയിലുള്ള ക്ഷേത്രത്തിന് നടുവിൽ തുറസായി നിറയെ തൂണുകളുള്ള മറ്റൊരു മണ്ഡപവും കാണാൻ സാധിക്കും. വൃത്താകൃതിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നടുവിലുള്ള ശ്രീചക്രത്തിനു ചുറ്റുമായി യോഗിനിമാർ അധിവസിക്കുന്നു എന്നതിനെയാണ് ഈ വൃത്താകൃതിയിലുള്ള നിർമ്മിതി സൂചിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇതിനു പുറമെ 64 ചെറിയ അറകളിലും 64 യോഗിനിമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എന്നാൽ ഇന്ന് അതൊന്നും ഇവിടെ കാണുവാനില്ല എന്നത് മാത്രമല്ല, പകരം ഓരോ അറകളിലും ഇന്ന് ഓരോ ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നടുവിലെ പ്രധാന മണ്ഡപത്തിലും യോഗിനി പ്രതിമയ്ക്ക് പകരം ശിവലിംഗം തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണെങ്കിലും അതിശയിപ്പിക്കുന്ന പല പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിന് കാണാം. പ്രധാന മേൽക്കൂരയിൽ മഴവെള്ളം സംഭരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മേൽക്കൂരയിൽ നിന്നും പൈപ്പ് വഴി ഭൂഗർഭ ടാങ്കിൽ മഴവെള്ളം സംഭരിക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കും. ഭൂമികുലുക്കത്തെ അതിജീവിക്കുന്ന തരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിലുണ്ടായ നിരവധി ഭൂകമ്പങ്ങളെ അതിജീവിച്ചാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ലോകത്തിലെ മഹത്തായ നിർമ്മിതികളിൽ ഒന്നായി കരുതപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിർമ്മാണത്തിന് പ്രചോദനമായത് ചൌസത്ത് യോഗിനി ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാർലമെന്റിന്റെ വൃത്താകൃതിയിലുള്ള രൂപത്തിനാണ് ചൌസത്ത് യോഗിനി ക്ഷേത്രം പ്രചോദനമായത് എന്നാണ് കരുതപ്പെടുന്നത്. പാർലമെന്റ് മന്ദിരത്തിന്റെ ഭൂകമ്പത്തിൽ നിന്നുള്ള സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴാണ് വൃത്താകൃതിയിലുള്ള രൂപവും ചൌസത്ത് യോഗിനി ക്ഷേത്രവും പരാമർശിക്കപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ ഗ്വാളിയോറിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള മൊറീന ജില്ലയിലെ പാഡോലിക്ക് സമീപമുള്ള മിതോലി ഗ്രാമത്തിലാണ് ചൌസത്ത് യോഗിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.